വിഷയങ്ങളോട് പ്രാർത്ഥിക്കാൻ വീണ്ടും നമുക്ക് എന്നെ വിശദിക്കുന്ന ഈ സമയം ദൈവത്തിനെ ചിന്തിക്കാനായിട്ട് അത് അനുഗ്രഹമായി പങ്കെടുത്താൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങൾ 6 വരെ നമ്മൾ വായിച്ചു. ഏകദേശം 5-6 വാക്യങ്ങള് 5-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ആഴ്ച. 4-5 വാക്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല. 6-ാമത്തെ വാക്യം, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്ന ദൈവസന്നിധിയിൽ നീതിയുണ്ട്. ദൈവത്തിന്റെ നീതിയെ കുറിച്ച് ഒരു അല്പം ആശങ്കയുണ്ടായി തെസ്സലോനിക്ക സഭയ്ക്ക്. കാരണം കർത്താവിന്റെ ദിനം വന്നു കഴിഞ്ഞു, ഈ ദൈവനീതി വെളിപ്പെടത്തില്ലേ, അതോ അത് ഞങ്ങൾക്ക് കൈവിട്ടു പോയോ എന്നുള്ള ചിന്തകളൊക്കെ കടന്നു വന്നു. അത് വരാനുള്ള കാരണം അതിന്റെ 2-ാം അധ്യായം തെസ്സലോനിക്ക എഴുതിയ 2-ാം ലേഖനം തന്നെ 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 2-ാം വാക്യത്തില് ഈ ലേഖനം എഴുതുന്നതിന്റെ പശ്ചാത്തലം തന്നെ പ്രധാനമായിട്ടും അതാണ്. 2-ാം വാക്യം, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ഇവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അതിനെ ഉള്ള മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ അവരോട് അത് പറഞ്ഞവരെ ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ ദിവസം വന്ന് കഴിഞ്ഞു എന്ന് ഉറപ്പാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവചനം, പ്രഭാഷണം, ഞങ്ങൾ എഴുതിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ലേഖനം എന്നിവയാൽ നിങ്ങൾ അതിവേഗത്തിൽ ചഞ്ചല ചിത്തരോ അസ്വസ്ഥരോ ആകരുത്. ആരും ഒരു വിധത്തിലും നിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. ഇതാണ് ഈ ലേഖനം എഴുതാനുള്ള പശ്ചാത്തലം. അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. അവര് ചഞ്ചല ചിത്തരാകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി. അവര് അപ്പോസ്തലനായ പൗലോസ് എഴുതി എന്ന് പറയുന്ന ലേഖനത്താൽ അവരെ ഭ്രമിപ്പിച്ചു കളഞ്ഞു. അപ്പോസ്തലൻ അതുകൊണ്ട് അവരെ വ്യക്തമായി ദൈവത്തിന്റെ നീതിയെ കുറിച്ച് ഉറപ്പാക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശ്വാസവും അതിനോട് ചേർന്ന് വേണ്ട സഹിഷ്ണുതയെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ നാം സഹിഷ്ണുത കാണിക്കുമ്പോൾ എപ്പോഴാണ് സഹിഷ്ണുത കാണിക്കേണ്ടത്? കഷ്ടങ്ങളിലാണ് സഹിഷ്ണുത കാണിക്കേണ്ടത്. അങ്ങനെ കഷ്ടങ്ങളിൽ സഹിഷ്ണുത കാണിക്കുമ്പോൾ സിദ്ധത രൂപപ്പെടും. ആ സിദ്ധത രൂപപ്പെടുമ്പോൾ അത് പ്രത്യാശയിലേക്കാണ് നയിക്കുന്നത്. അങ്ങനെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ ഇവരെ ആഹ്വാനം ചെയ്യുകയും നിങ്ങൾ കാണിക്കുന്ന സഹിഷ്ണുത, കഷ്ടതയിൽ നിങ്ങൾ കാണിക്കുന്ന സഹിഷ്ണുത വളരെ പ്രശംസനീയമാണ്, മാതൃകയാണെന്ന് അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഏത് രാജ്യത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നോ ആ രാജ്യം ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. കാരണം അതിന്റെ തെളിവാണ് നിങ്ങൾ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, നിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടാകുന്നു, നിങ്ങൾക്കൊരു സിദ്ധത ഉണ്ടാകുന്നു, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗവും വരുന്നില്ല. അപ്പൊ ദൈവം തീർച്ചയായും നീതിയോടെ നിങ്ങൾക്ക് ആ രാജ്യം നൽകി അവകാശമായി നൽകിത്തരും. അപ്പൊ നീതിയെക്കുറിച്ച്, ദൈവനീതിയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോഴൊക്കെ ദൈവം എല്ലാ കാലത്തും സംസാരിക്കാറുണ്ട്. എല്ലാ കാലത്തും തന്റെ ജനം തന്റെ നീതി വെളിപ്പെടുന്നതിനെ കുറിച്ച്, ദൈവത്തിന്റെ വിഷയത്തിൽ നീതി നിവർത്തിക്കുമോ, ദൈവനീതിയെ കുറിച്ച് എപ്പോഴൊക്കെ തന്റെ ഭക്തന്മാർ ആശങ്കപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ കാലാകാലങ്ങളിൽ ദൈവം തന്റെ ജനത്തോട് തന്റെ നീതിയെ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് പ്രവാചകന്മാർ വളരെ അസ്വസ്ഥരായി ഹബക്കൂക്കിന്റെ പ്രവചനം ആരംഭിക്കുന്നത്, യഹോവേ നീ എത്രത്തോളമായി നിലവിളി കേൾക്കാതിരിക്കുന്നത്, എത്രത്തോളം നീ ആ ന്യായം പ്രവർത്തിക്കാതിരിക്കും എന്ന് പറഞ്ഞ് ആരംഭിച്ച ഹബക്കൂക്കിന്റെ ആ നിലവിളിയെ ദൈവം എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ദൈവം തന്റെ നീതി വെളിപ്പെടും എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ട് ഹബക്കൂക്കിനെ ദൈവം ഒരു സിദ്ധതയിലേക്ക് കൊണ്ടുവന്നു. ആ സഹിഷ്ണുത പ്രാപിപ്പാനുള്ള ഒരു മനസ്സൊരുക്കത്തിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെയാണ് ഹബക്കൂക്കിന്റെ സഹിഷ്ണുത ഉണ്ടായെന്ന് നാം അറിയുന്നത്? കാരണം ഹബക്കൂക്ക് പ്രവചനം അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹബക്കൂക്ക് സഹിഷ്ണുത പുറപ്പെടുവിച്ചത്. പറയാൻ കാര്യം, അത്തിവൃക്ഷം തളിർക്കയില്ല, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, ആട്ടിൻകൂട്ടങ്ങൾ തൊഴുത്തിൽ നശിച്ചു പോകും, മുന്തിരിവള്ളി അനുഭവം തരികയില്ല, ഒലിവ് മരങ്ങളുടെ ആ ഒലിവ് മരങ്ങൾ ഫലം കായ്ച്ചില്ലെങ്കിലും എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമായി പോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷിതാവിൽ സന്തോഷിക്കും. അത് വിളിച്ചറിയിക്കുന്നത് എന്നെ ചോദിച്ചാൽ, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ തന്റെ സങ്കടങ്ങൾ ദൈവത്തോട് പറയുകയും ദൈവം ആ സങ്കടങ്ങൾ കേട്ടിട്ട് തന്റെ നീതിയെ കുറിച്ച് ഓർപ്പിച്ചുണർത്തുകയും, ആ ഹബക്കൂക്ക് പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്, ദർശനത്തിന്
ഒരവധി വെച്ചിരിക്കുന്നു. അതെ, ആ തക്ക സമയത്ത് ദൈവം ആ നീതി നിവർത്തിക്കും. അതതിന്റെ സമാപ്തിയിലേക്ക് എത്തുവാൻ ഇതാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു. അത് വേഗത്തിൽ നിറവേറും എന്ന് പറഞ്ഞ് ദൈവം തന്റെ ഭക്തനെ തന്റെ നീതിയെ കുറിച്ചുള്ള ബോധ്യം വരുത്തിയിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഹബക്കൂക്കിന്റെ നിലവിളി ഇപ്പോൾ ഒരു സഹിഷ്ണുതയുടെ പ്രസ്താവനയായി മാറി. വിശ്വാസവും ആ ദൈവത്തിനുള്ള വിശ്വാസം വർദ്ധിക്കുകയും, വിശ്വാസം വർദ്ധിച്ചതിന്റെ അനന്തര ഫലമായിട്ട് ഹബക്കൂക്ക് എന്ത് ചെയ്യുകയാണ്? വളരെ സഹിഷ്ണുതയോടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിടുവാൻ, ശൂന്യതകളെ നേരിടുവാൻ, വെല്ലുവിളികളെ നേരിടുവാൻ, എന്തെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ സംഭവിച്ചില്ലേലും ദൈവം കൂടെ ഇരിക്കുമെന്നും, ദൈവം എന്റെ കാലുകളെ ബലപ്പെടുത്തുമെന്നും, ദൈവം എന്നെ ഒരു നാളും കൈവിടത്തില്ലെന്നും, എനിക്ക് കർത്താവിൽ ആനന്ദിക്കാൻ വേണ്ടി, ദൈവത്തിൽ എനിക്ക് ആനന്ദിക്കാൻ എന്റെ കൃഷി ഇടങ്ങളും നിലങ്ങളും ഫലങ്ങളും ഒന്നും വിളഞ്ഞു വരേണ്ട കാര്യമില്ല. അവയെല്ലാം ശൂന്യമായി പോയാലും, മൃഗസമ്പത്തുകളെല്ലാം ഇല്ലാതായി പോയാലും, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു ബന്ധം എനിക്ക് കർത്താവുമായിട്ടുണ്ട്. ഞാനവൻ ആനന്ദിക്കുന്നുള്ള സഹിഷ്ണുതയുടെ ആ അനന്തര ഫലമായ ആ ഡിവൈൻ ക്യാരക്ടർ, ആ സിദ്ധത, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരാൾ സങ്കടം ബോധിപ്പിക്കുകയും, ദൈവത്തിൽ നിന്ന് കേൾക്കുകയും, ദൈവം ഇടപെടുകയും, ദൈവം തന്നെ നീതിയെ കുറിച്ച് ഒരു വ്യക്തിക്ക് ബോധ്യം വരുത്തി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും എനിക്ക് സഹിഷ്ണുത ആവശ്യമാണ്. ആ സഹിഷ്ണുതയോടുകൂടെ പ്രവാചകൻ എന്ത് ചെയ്യുകയാണ്? ദൈവത്തോട് തന്റെ വിശ്വാസത്തിന് ആ ദൈവത്തിനുള്ള പ്രത്യാശ, ഉറപ്പ് ഒരു പ്രാർത്ഥനാ ഗീതം പോലെ പാടി എന്ത് ചെയ്യുകയാണ്? അറിയിക്കുകയാണ്. അത് ഞാൻ അപ്പൊ ഭാഗം എടുക്കാതെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ അധ്യായങ്ങളുള്ള ഒരു പ്രവചന പുസ്തകമാണ് ഹബക്കൂക്കിന്റെ പുസ്തകം. ഞാൻ ഉദാഹരണമായി പറഞ്ഞതാണ്. അതായത് നീതി നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ദൈവനീതിയെ കുറിച്ച്, അത് ദൈവരാജ്യത്തെ ലഭിക്കുന്ന എന്നുവെച്ചാൽ എന്താ? നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നീതിയോടും നിന്നിട്ട് ആസാഫൻ പറഞ്ഞു, ഞാൻ എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയത് വ്യർത്ഥമായോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നിലനിന്നത് വ്യർത്ഥമായോ എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്, അതെ, ഹൃദയത്തിൽ ഭാരം തോന്നുമ്പോൾ അത് ദൈവത്തോട് തന്നെ അറിയിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവൻ തന്റെ സന്നിധിയിലേക്ക് നമ്മളെ അടുപ്പിച്ച് അവന്റെ ആലോചന നമുക്ക് പറഞ്ഞു തന്ന് എന്ത് ചെയ്യും? അവന്റെ ആലോചനയാൽ നമ്മളെ നടത്തുകയും നമ്മുടെ വലം കൈക്ക് സർവശക്തനായ ദൈവം പിടിച്ചിരിക്കുന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് തരികയും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നമ്മളെ കൈക്കൊള്ളുവാനുള്ള മഹത്തായ പദ്ധതിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് ദൈവം ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ ആസാഫ് വിളിച്ചു പറഞ്ഞു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി, നമ്മൾക്ക് ദൈവനീതിയെ കുറിച്ച് ആശങ്ക ഉണ്ടാകുമ്പോൾ അത് മനുഷ്യരോട് പങ്കുവെക്കരുത്. അതാണ് മലാഖി പ്രവചനത്തിന്റെ കാലത്ത് അവർ തമ്മിൽ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, ദൈവത്തിന് വേണ്ടി നമ്മളിങ്ങനെ കുറ്റമില്ലായ്മ കൈ കഴുകുന്നത് വ്യർത്ഥമാണ്, നമ്മൾ രട്ടുടുക്കുന്നതും നമ്മൾ കറുപ്പുടുക്കുന്നതും നമ്മളൊരു വേറിട്ട ജനമായി അവന്റെ ആലയത്തിൽ, അവന്റെ കൂടാരത്തിൽ അത് വേല ചെയ്യുന്നതിനൊന്നും ഒരു അർത്ഥമില്ല എന്ന് അവർ എന്ത് ചെയ്തു? അവരുടെ ഹൃദയത്തിന്റെ നൈരാശ്യവും ആ ദൈവനീതി വെളിപ്പെടാഞ്ഞപ്പോണ്ടായ അവരുടെ ആ വേദനകളും അവരുടെ അമർഷങ്ങളും സങ്കടങ്ങളും അവർ തമ്മിൽ പറഞ്ഞ് അവർ ദൈവസന്നിധിയിൽ ചെല്ലാതെ പരസ്പരം അതൊരു വിമർശനമായി, ദൈവത്തെ കുറ്റം പറയുന്നതിന് തുല്യമായി അവർ പറഞ്ഞപ്പോൾ ദൈവം പ്രവാചകനിലൂടെ അവരെ ശാസിക്കുകയും അവരുടെ കുറ്റം അവരുടെ മുമ്പിൽ നിരത്തി വെക്കുകയും ചെയ്തു. എന്നാൽ ആസാഫിന്റെയും ഹബക്കൂക്കിന്റെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ എന്നെ ചോദിച്ചാൽ, അവർ ചന്തസ്ഥലത്തിരുന്ന് പറയുകയല്ല, അവർ തമ്മി പറയുകയല്ല, ഓ ഞങ്ങൾ ഇത്രയും കാലം ദൈവത്തെ സേവിച്ചൊന്നും ഒരു ഗുണവുമില്ല, ഞങ്ങൾ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോകാതെ, ഞങ്ങൾ ആ ദുഷ്ടന്മാരുടെ അതെ പോയി നിന്ന് പരിഹാസ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അതെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ സന്തോഷിച്ചിട്ട് എന്തു ഗുണമെന്ന് അവർ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന്, അവർ ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ കാണുമ്പോൾ അവർ അങ്ങനെ പറഞ്ഞിരുന്നില്ല. അവരുടെ ഹൃദയത്തിലുണ്ടായ ഭാരം അവർ എവിടെ പങ്കുവെച്ചു? അത് വർത്തമാനമായി പുറത്തു വരുന്നതിന് മുമ്പ് അതുകൊണ്ട് ആസാഫ് പറഞ്ഞു, അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നെങ്കിൽ എന്റെ തലമുറയോട് ദ്രോഹം ചെയ്യുവർ, ഞാൻ പൊട്ടനും മൃഗതുല്യനുമായി പോയി. അപ്പൊ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് സംശയിച്ചത് തന്നെ അവർക്ക് കുറവായി തോന്നി. ദൈവം പ്രവർത്തിക്കുമോ ഇല്ലയോ, ദൈവം തന്നെ ജനത്തിനു വേണ്ടി നീതി ചെയ്യുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചത് ദൈവം അവരോട് ഇടപെട്ട് കഴിഞ്ഞപ്പോ ഏത് നേരത്തെ അങ്ങനെ ചിന്തിക്കാൻ തോന്നിയെന്ന് അവർക്ക് തോന്നിപ്പോയി. കാരണം അവരെന്ത് ചെയ്തു? ദൈവം അവരുടെ കുറ്റം അവരുടെ മുമ്പിൽ മലാക്കി പ്രവചനത്തിൽ കാണുന്ന പോലെ നിരത്തി വെക്കാൻ എന്നാന്നറിയാമോ? കാരണം അങ്ങനെ അവർ അതരം കൊണ്ട് പാപം ചെയ്തതിന് മുമ്പായിട്ട് അവർ ഹൃദയം കൊണ്ട് എവിടെ വന്നു? ദൈവസന്നിധി വന്നു. അയ്യോ യഹോവേ എന്ന് പറഞ്ഞ വിളിക്കുന്നേ. ആസാഫും കരയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. തന്റെ വേല ചെയ്യുന്ന വേലക്കാർ, തന്റെ പ്രവാചകന്മാർ, തന്റെ വായായി നിൽക്കുന്നവർ, അവരുടെ ജീവിതത്തിലെ തളർച്ചകൾ അവർ ദൈവസന്നിധിയിൽ പങ്കുവെക്കുമ്പോൾ ദൈവം അവരെ കുറ്റം വിധിച്ച് കളയത്തില്ല, മറിച്ച് അവരുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ അറിഞ്ഞ് തന്റെ ആലോചനയാൽ അവരെ നടത്തും.
എന്നിട്ട് അവർക്കൊരു ഉറപ്പ് കൊടുക്കും, നിങ്ങൾ ഒറ്റയ്ക്കല്ല നടക്കുന്നേ, എന്റെ വലം കൈ നിങ്ങളെ പിടിപ്പിച്ചിട്ടുണ്ട്, എന്റെ വലം കൈ കൊണ്ട് ഞാൻ നിങ്ങളെ നടത്തും. എന്നിട്ട് നിങ്ങൾ നടന്ന് ഒടുവിൽ നിങ്ങൾ നാശത്തിലേക്കല്ല പോന്നേ, മഹത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ആ ഉറപ്പ് അവർക്ക് കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളെ സംശയിച്ചാൽ ഇനി ദൈവത്തെ സംശയിക്കത്തില്ല. ഞങ്ങളിനി ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വിരോധമായി മാറിയാലും, സർവ്വതും ഞങ്ങൾക്ക് വിരോധമായി മാറിയാലും, ഞങ്ങൾ ദൈവത്തിന് വിരോധമായി ഇനി ഒരു വാക്ക് ഉച്ചരിക്കത്തില്ല. അതാണ് ഒരു ദൈവവൈതലിന്റെ പ്രത്യേകത. ദൈവനീതിക്ക് വേണ്ടി നാം ദാഹിക്കണം. ദൈവനീതി വെളിപ്പെടും. ആ നീതി, അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന ഏറ്റവും ഫെമിലിയറായ, നമുക്ക് വളരെ സുപരിചിതമായ ഒരു പാസേജാണ് യെശയ്യാവ് 40 എന്നുള്ളത്. അവിടെയും ഇങ്ങനൊരു സംശയം ഉണ്ടായപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം, പ്രവചന പുസ്തകം 40-ാം അധ്യായത്തില്, അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. അവിടെയും ഈ ഒരു ചോദ്യം ദൈവം ഉന്നയിക്കുന്നുണ്ട്. ആ 40-ാം അധ്യായം 27-ാം വാക്യം. എന്നാൽ യെശയ്യാവ് 40:27, എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു. യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നത് നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ, എന്ന് വെച്ചാൽ അവന്റെ ബുദ്ധി അൺസർച്ചബിളാ, അന്വേഷിച്ചാരാഞ്ഞ് അളന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. അടുത്ത വാക്ക്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, അതായത് എങ്കിലും ദൈവത്തെ സേവിക്കുന്നവർ, those who serve the Lord constantly, നിരന്തരമായി, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർ, അവരുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പൊ എപ്പോഴെങ്കിലും തന്റെ ഭക്തന്മാരുടെ ഉള്ളിൽ ദൈവം എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് അവർ പറയുമ്പോൾ ദൈവ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എന്നിട്ട് ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവം ഈ 40-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യെശയ്യാവിലൂടെ അതിശക്തമായി എന്റെ ജനത്തെ ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. എന്റെ ജനത്തെ ആശ്വസിപ്പീൻ. എന്നിട്ട് 12-ാം വാക്യത്തിലാണ് യെശയ്യാവ് വിളിച്ചു പറയുക, നിങ്ങൾ ആരെയാണ് ദൈവത്തെ ഉപമിക്കുന്നേ? തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൾ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ? യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ? അങ്ങനെ പറഞ്ഞിട്ട് 21-ാം വാക്യം എത്തുമ്പം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? എന്നിട്ട് ദൈവം തന്റെ മഹത്വം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയും 24-ാം വാക്യം എത്തുമ്പോൾ അതിന്റെ അവസാന ഭാഗം, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവീൻ. ഇവയെ സൃഷ്ടിച്ചത് ആരാ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യ മഹാത്മ്യ നിമിത്തം, അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല.
ദൈവം തന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഭൂമിയുടെ മേൽ, ആകാശത്തിന് മേൽ, സൗരയുധത്തിന്മേൽ, വെള്ളത്തിന്റെ മേൽ, പൊടിയുടെ മേൽ, പർവ്വതത്തിന്റെ മേൽ, കുന്നിന്റെ മേൽ, മണ്ണിന്റെ മേൽ, മനുഷ്യന്റെ മേലുള്ള എല്ലാ സർവാധികാരത്തെയും പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ആരോട് സദൃശ്യനാക്കാൻ പറ്റും? അതിന്റെ അർത്ഥം എന്നെ ചോദിച്ചാൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി നീതി ന്യായവും പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുമ്പോൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ദൈവവുമായുള്ള ബന്ധം. അവിടെ നിങ്ങൾ എങ്ങോട്ട് കണ്ണുയർത്തണം? നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്കല്ല നിങ്ങൾ കണ്ണുയർത്തണം. പിന്നെയോ കണ്ണുയർത്തി നിങ്ങൾ മേലോട്ട് നോക്കണം. ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച്, ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച്, ദൈവം എങ്ങനെയാണ് ഓരോന്നും അതിന്റെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നത്, ദൈവം എങ്ങനെയാണ് ഓരോന്നും അതിശയമായി നിലനിർത്തിയിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന് എത്ര നിസ്സാരമാണ്. ആകാശത്തെ ഒരു തിരശീല പോലെയാണ് അവൻ വിരിച്ചിരിക്കുന്നത്. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി താമസിക്കുന്നു തോന്നുമ്പോൾ, അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് തോന്നുകയാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നു തോന്നുമ്പോൾ, തെസ്സലോനിക്ക സഭ ഇതാ ചെറിയ ചാഞ്ചാട്ടം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ പൗലോസ് ാണ് അപ്പോസ്തലനായ പൗലോസും കൂട്ടരും ദൈവത്തിന്റെ നീതിയുക്തമായ പ്രവൃത്തിയെ കുറിച്ച്, ദൈവരാജ്യം അവർക്ക് നൽകുന്നതിനെ കുറിച്ച്, നീതിയോടുള്ള ന്യായവിധിയെ കുറിച്ച്, നീതിയോടുള്ള ശിക്ഷാവിധിയെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. അപ്പൊ ഹബക്കൂക്കിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഹബക്കൂക്ക് സഹിഷ്ണുത പഠിച്ചു. ഹബക്കൂക്കിന് സിദ്ധതയുണ്ടായി, ഹബക്കൂക്കിന് പ്രത്യാശയുണ്ടായി. ദൈവത്തിൽ ഞാൻ അധൈര്യപ്പെടത്തില്ല. എനിക്കത് ഭയങ്കര അധൈര്യമായിരുന്നു. ഇവയൊക്കെ നടന്നില്ല, ഞാൻ എന്ത് ചെയ്യും? ഈ വർഷത്തെ വിളവെടുപ്പ് കുറഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഈ വർഷം ആട്ടിൻകൂട്ടങ്ങൾ വേണ്ടുവണ്ണം ഉണ്ടായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പ്രതീക്ഷിക്കുന്ന പോലെ പാല് ലഭിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തേൻ ലഭിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതെ, മുന്തിരിവള്ളി എന്റെ ആ അധ്വാനത്തിന് തക്കവണ്ണം ഫലം തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒലിവ് മരങ്ങൾ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഈ പ്രാവശ്യം എങ്ങനെ ഞാൻ അത് ചക്കിലാട്ടി എണ്ണയെടുത്ത് ഞാൻ നാളുകളോളം ശേഖരിക്കും? ഹബക്കൂക്കിന്റെ മനസ്സ് അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ നിലവിളി കേട്ടിട്ട് ഹബക്കൂക്കിനോട് ഇടപെട്ട് കഴിഞ്ഞ് തന്റെ ഹൃദയത്തെ അങ്ങനെയുള്ള വസ്തുവകകളിൽ നിന്ന്, അതെ, മാസം കിട്ടുന്ന വരുമാന ചിന്തകളിൽ നിന്ന്, ഉപജീവന ചിന്തകളിൽ നിന്ന്, അധ്വാനത്തിൽ നിന്ന്, കൃഷിയിടങ്ങളിൽ നിന്ന്, വിളകളിൽ നിന്ന്, ഫലങ്ങളിൽ നിന്ന്, പഴങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? തന്റെ മനസ്സ് മാറ്റി ദൈവത്തിലേക്ക് ഉറപ്പിച്ചു. ഇന്ന് രാത്രി ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ തട്ടി ഉണർത്തുകയാണ്. മാസ വരുമാനത്തിൽ നിന്ന്, അതെ കൃഷി ഇടങ്ങളിൽ നിന്ന്, വിളവുകളിൽ നിന്ന്, അതെ നമ്മുടെ അധ്വാനത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിയിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ആശ്രയം അവിടെ അല്ലാതെ ദൈവത്തിലായിരിക്കാൻ ഹബക്കൂക്കിനെ ദൈവം പഠിപ്പിച്ചു. അതുകൊണ്ട് ഹബക്കൂക്ക് പറയുകയാണ്, ഏത് വിഷയം എന്നെ അലട്ടിയോ ഇപ്പൊ എന്നെ അലട്ടുന്നില്ല. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവയുടെ നിറമല്ല എന്നെ നടത്തുന്നത്, ദൈവത്തിന്റെ നിറമാണ് എന്റെ സന്തോഷത്തിന്റെ ആധാരം. അതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിൽ, എന്റെ രക്ഷിതാവിൽ ഉല്ലസിക്കും. അവൻ എന്റെ കാല് മാൻപേട കാൽക്ക് തുല്യമാക്കും, ഗിരികളിന്മേൽ എന്നെ നിൽക്കുവാനാണ്. ഇതുപോലെ തന്നെ യെശയ്യാവിലൂടെ ദൈവം സംസാരിക്കുക. നിങ്ങൾ കണ്ണൊന്ന് മേലോട്ട് ഉയർത്തിക്കേ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ വരും. പക്ഷെ നിങ്ങൾ കണ്ണൊന്ന് മേലോട്ട് ഉയർത്തിക്കേ. ദൈവത്തിന്റെ സൃഷ്ടിയെ ഒന്ന് നോയിക്കേ, ദൈവ പ്രവൃത്തിയെ ഒന്ന് നോയിക്കേ, ദൈവത്തിന്റെ ആ പരമാധികാരത്തെ ഒന്ന് നോയിക്കേ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരാണെന്ന് ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിക്കുക. നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടുമെന്ന് നിങ്ങളെ തന്നെ ഇന്ന് ഉറപ്പിക്കണം. ഏത് കൂട്ടത്തിലാ നിങ്ങൾ? അതിന്റെ 40-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, നിങ്ങൾ ബാല്യക്കാരുടെ കൂട്ടത്തിലാണോ യൗവനക്കാരുടെ കൂട്ടത്തിലാണോ അതോ യഹോവയെ സേവിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? നിങ്ങൾ ബാല്യക്കാരുടെ, അതായത് ബലത്തിൽ ആശ്രയിക്കുന്ന, യൗവനത്തിൽ ആശ്രയിക്കുന്ന, കരുത്തിൽ ആശ്രയിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? എന്നാൽ നിങ്ങൾക്കൊരു ദൂതുണ്ട്, നിങ്ങൾ ക്ഷീണിച്ച് തളർന്നു പോകും, നിങ്ങൾ ഇടറി വീഴും. എന്നാൽ നിങ്ങൾ യഹോവയെ സേവിക്കുന്ന, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കൂട്ടത്തിലാണോ? ദൈവത്തിന്റെ ജനമാണോ? ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. മാത്രമല്ല, ആശ്വാസം മാത്രമല്ല വരുന്നത്, അവന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ ശക്തിയും ബലവും വരും. ശക്തിയെ പുതുക്കി, ബലത്തെ പുതുക്കി, കഴുകനെ പോലെ ചിറകടിച്ച് ഉയരത്തിലേക്ക് കയറ്റുന്ന ദൈവത്തിന്റെ ആ അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ വീഴുന്നു. നിങ്ങൾ തളർന്നു പോവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ ക്ഷീണിച്ചു പോവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ 2 വാക്ക് മുകളിൽ എഴുതിയിട്ടുണ്ട്. ആരാണ് ക്ഷീണിച്ച് തളർന്നു പോകുന്നത്? ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും.
അതായത് സ്വന്തം ബലത്തിൽ, പ്രായത്തിൽ, ഈ പ്രായത്തിൽ ഈ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഈ സമയത്ത് ഇതെല്ലാം നേടാം. അത് ദൈവത്തെ അന്വേഷിക്കേണ്ട സമയത്ത്, ദൈവം വിളിക്കുന്ന സമയത്ത്, ദൈവത്തിന് വേണ്ടി മുൻപോട്ട് കാലെടുത്ത് വെക്കേണ്ട സമയത്ത്, ദൈവത്തിനോട് അനുസരണവും ആദരവും ആരാധനയും കൊടുക്കേണ്ട സമയത്ത്, തന്റെ ബാല്യത്തിലും തന്റെ യൗവനത്തിലും പലതും നേടാമെന്ന് കരുതി സ്വരൂപിക്കുന്നവർ കേട്ടുകൊള്ളുക. ആ ബാല്യവും യൗവനവും നിങ്ങളെ ചതിക്കും. പക്ഷെ നിങ്ങൾ ആർക്കു വേണ്ടി ഇറങ്ങി തിരിച്ചോ, ആ ദൈവം നിങ്ങളെ ഒരാളും ചതിക്കത്തില്ല. നിങ്ങളുടെ പ്രായം നിങ്ങളെ ചതിച്ചേക്കാം, പക്ഷെ നിങ്ങളുടെ ദൈവം നിങ്ങളെ ചതിക്കത്തില്ല. ഇത് യെശയ്യാവിലൂടെ എന്തിനാ പറയാൻ ചോദിച്ചാൽ, അവരെ ആശ്വസിപ്പിക്കുക. ദൈവം പറയുക, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുക. എന്റെ ജനം ഇടറാൻ പാടില്ല. എന്റെ ജനം ശക്തി ക്ഷയിച്ചെന്നും പറഞ്ഞ് അവർ ബാല്യക്കാരോടും കരുത്തുള്ളവരോടും യൗവനക്കാരോടും, അതെ ശക്തിമാന്മാരായ രാജാക്കന്മാരോടും രാജ്യങ്ങളോടും തങ്ങളെ തന്നെ താരതമ്യപ്പെടുത്തി എന്നെ മറ്റാരോടും സദൃശ്യനാക്കി അവർ ഇടറിപ്പോവാൻ പാടില്ല. അവർ തിരിച്ചറിയട്ടെ, അവരുടെ ദൈവത്തെ തുല്യപ്പെടുത്തുവാൻ ആരുമില്ല, അവന് തുല്യം ചൊല്ലുവാൻ വേറെ ആരുമില്ല എന്ന് തന്റെ ജനം പറയട്ടെ. തന്റെ ജനം പറയട്ടെ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല ആ ആശ്വാസം ഞങ്ങൾക്കൊരു നൈമിഷിക നേരത്തേക്കുണ്ടാകുന്ന തണുപ്പല്ല, പിന്നെയോ അതേത് വെല്ലുവിളിയെ തരണം ചെയ്യുവാൻ, ഏത് പ്രായത്തിൽ ആശ്രയിക്കുന്നവരെ കടന്നോടുവാൻ, ജീവിക്കുവാൻ, വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ഉയരത്തുന്ന ശക്തിയാണ് ആശ്വാസം. യെശയ്യാവ് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി ജനത്തെ ആശ്വസിപ്പിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലേ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ നടക്കണമെന്ന്. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലേ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചിറകടിച്ച് കയറണമെന്ന്, നിങ്ങൾക്ക് ഉയർന്നു പറക്കണമെന്ന്. അതിനാരാ നിങ്ങളെ ബലപ്പെടുത്തുന്നേ? സർവശക്തനായ ദൈവം. അതുകൊണ്ട് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെയും അതേ വിഷയം ഉണ്ടായി. ദൈവത്തിന്റെ നീതി ഞങ്ങൾക്ക് വെളിപ്പെടാതെ പോയോ? ദൈവത്തിന്റെ ന്യായം ഞങ്ങളെ വിട്ട് കടന്നുപോയോ? ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പങ്കപ്പാടുകളും ഈ പീഡനങ്ങൾക്ക് ഒരർത്ഥമില്ലേ എന്ന് ഹൃദയം ആകുലപ്പെട്ട ജനത്തോട് അപ്പോസ്തലൻ കത്തെഴുതുക. നിങ്ങൾ ഭാരപ്പെടരുത്, ദൈവം തന്റെ നീതി നിവർത്തിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്തെന്ന് നിങ്ങൾ അറിയണം. ആ ഉദ്ദേശം നിങ്ങൾ നിറവേറ്റുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നവരെ ഓർപ്പിച്ചുണർത്തുക. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, പീഡ അനുഭവിക്കുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ? പ്രതികാരമാണ്. എന്താ പ്രതികാരം? കാരണം പീഡിപ്പിക്കുന്നവർക്ക് എന്ത് കൊടുക്കണം? പീഡ കൊടുക്കണം, പ്രതികാരം കൊടുക്കണം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ ഒരു നിലവിളി നമുക്ക് കേൾക്കാം. ഉൽപ്പത്തിയല്ല, വെളിപ്പാട് 6-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രതികാരത്തിനായിട്ടൊരു നിലവിളി നമുക്ക് കേൾക്കാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, വെളിപ്പാട് പുസ്തകം the book of Revelation chapter 6 verse 9 onwards, 9 മുതൽ, ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. 10-ാം വാക്യം, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്ക നിലവിളിച്ചു. രക്തസാക്ഷികൾ നിലവിളിക്കുക, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന
സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്നവർക്ക് അരുളപ്പാടുണ്ടായി. ഒരു കാര്യം സത്യമാണ്, അവരവിടെ സ്വസ്ഥമായി പാർക്കുന്നുണ്ടെന്നുള്ള. അവരുടെ അസ്വസ്ഥ കൊണ്ടല്ല അവർ നിലവിളിച്ചേ, അവര് തീ കിടന്ന് നിലവിളിക്കുമല്ല, അവര് യാത്രാസ്ഥലത്ത് കിടന്ന് നിലവിളിക്കുകയല്ല. അവർക്ക് ഏറ്റവും ആ സ്വസ്ഥത അനുഭവിച്ചു ഇരിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ദൈവം എന്ത് ചെയ്യുന്ന ദൈവമാണ്. അതെ, പീഡിപ്പിക്കുന്നവർക്ക് പീഡ കൊടുക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവം ഈ ഒരു നിലവിളി നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അപ്പോസ്തലൻ പറയുക, ഈ പീഡ അനുഭവിക്കുമ്പോൾ അവര് ഇതിന്റെ വ്യത്യാസം ഞാൻ പറയാം. ഇതിന്റെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും പീഡിപ്പിക്കുന്നവർക്ക് പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവത്തെ കുറിച്ച് വ്യക്തമായ അറിവ് നമുക്കുണ്ടാകണം. പക്ഷേ പുതിയ നിയമസഭയ്ക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോസ്തലന്മാർ ഇത് പറഞ്ഞു വന്നിട്ട് ഈ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം എത്തുമ്പോൾ അവര് പ്രാർത്ഥിക്കുന്നത് എന്താന്ന് കേൾക്കണോ? നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കകത്ത് എന്തില്ല? പ്രാർത്ഥനയ്ക്കകത്ത് പ്രതികാരത്തിനായ ഒരു പ്രാർത്ഥന. കർത്താവായ യേശു കാൽവറിയിൽ ആ നിയമം മാറ്റി എഴുതിയപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? കർത്താവെ, ഇവർ ചെയ്യുന്ന അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. സ്തെഫാനോസ് പറഞ്ഞു, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത്. ഒരു അപ്പോസ്തോലിക കാലഘട്ടത്തിൽ നമുക്കറിയാം, പുതിയ നിയമ സഭ ഉടലെടുത്തപ്പോൾ അവിടെ കണ്ണിന് പകരം കണ്ണും ജീവന് പകരം ജീവനും, അതെ, അവിടെ അങ്ങനെ ഒരു പകരം വിട്ടുന്ന പ്രമാണമോടെ മാറ്റിയിട്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം യേശു തന്റെ ജനത്തെ ആഹ്വാനം ചെയ്തിട്ട് സഭ ആഹ്വാനം ഏറ്റെടുത്ത് അടിസ്ഥാന ഉപദേശങ്ങൾ എന്ത് ഉൾപ്പെടുത്തി? നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിയമം മാറ്റി. പുതിയ നിയമത്തിനകത്ത് ന്യായപ്രമാണത്തിന്റെ പ്രതികാരത്തിനു വേണ്ടി ഒരു പ്രാർത്ഥന യേശു മാറ്റിക്കൊണ്ട് കാൽവറിയിൽ ഒരു വലിയ മാതൃക കാണിച്ചിട്ട് അത് അതുപോലെ അപ്പോസ്തലന്മാർ ഒപ്പിയെടുക്കും. അപ്പോൾ എന്നാൽ എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് കേൾക്കണോ? പൗലോസും കൂട്ടരും തെസ്സലോനിക്ക സഭയുടെ പീഡകരെ, അവരെ പീഡിപ്പിക്കുന്നവരെ ശിക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നില്ല. മറിച്ച് തെസ്സലോനിക്ക സഭ ദൈവവിളിക്ക് യോഗ്യമായ ഒരു ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കണേന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് സഭ ഇത് മറന്നു പോകണ്ട. പുതിയ നിയമസഭ പ്രതികാരത്തിനായി പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ പുതിയ നിയമസഭയ്ക്ക് വ്യക്തമായ ഒരു ബോധ്യവും ഉറച്ച വിശ്വാസവും ഉണ്ടായിരിക്കണം. പീഡിപ്പിക്കുന്നവർക്ക് പീഡ കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ട്, അവനത് ചെയ്തിരിക്കുമെന്ന് വ്യക്തമായ ബോധ്യ സഭയ്ക്കുണ്ടായിരിക്കും. സഭയ്ക്ക് പ്രാർത്ഥിക്കാൻ അതിന് പെർമിഷൻ ഇല്ല. സഭയ്ക്ക് ഒരിക്കലും പ്രതികാരത്തിനായി നിലവിളിക്കുവാൻ, ഉപദ്രവിക്കുന്നവരെ നശിപ്പിക്കുവാൻ, ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കുവാൻ കർത്താവ് നമുക്ക് അനുവാദം തരുന്നില്ല. നിയമം മാറി. പക്ഷേ അതിന്റെ അർത്ഥം അപ്പോസ്തലനിലൂടെ അവരെ ബോധ്യപ്പെടുത്തുക, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലയിൽ പ്രത്യക്ഷനാവുമ്പോൾ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ ഈ ബോധ്യം സഭ വ്യക്തമായിരിക്കണം. സഭയ്ക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ടായിരിക്കണം. ദൈവം പ്രതികാരം കൊടുക്കും. പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധി നീതിയല്ലോ. ദൈവരാജ്യം നിങ്ങൾക്ക് തരുന്നത് മാത്രമല്ല നീതി, ആ ദൈവരാജ്യം അനുഭവമാക്കുവാൻ വേണ്ടി ഉള്ള ഈ യാത്രയിൽ ദൈവനീതി ഇംബാലൻസ് ആകത്തില്ല. അതൊരിക്കലും
രാജ്യം അവകാശമായി തരുന്നത് മാത്രമല്ല ദൈവത്തിന്റെ നീതി. ആ രാജ്യത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ദൈവം നമുക്ക് വരം നൽകി. അപ്പോഴും തീർന്നില്ല. ആ കഷ്ടം നാം സഹിക്കുമ്പോൾ നമ്മളെ പീഡിപ്പിച്ചവർക്ക് പീഡ കൊടുക്കുന്നത് ദൈവത്തിന്റെ നീതിയാണ്. പക്ഷേ ആ ദൈവനീതിക്കകത്ത് ഇപ്പോൾ കൈ കടത്താൻ നമുക്ക് അവകാശം. പുതിയ നിയമസഭയുടെ ഒരു പ്രാർത്ഥനകളിലും, ഒരു കൂട്ടായ്മകളിലും, ഒരു ഉപവാസ പ്രാർത്ഥനകളിലും, ഒരു കോട്ടേജ് മീറ്റിങ്ങുകളിലും, ഒരു സഭായോഗങ്ങളിലും, ഒരു താങ്ക്സ് ഗിവിംഗ് പ്രയറുകളിലും ഒന്നിനകത്തും നമുക്ക് ദൈവം അനുവാദം തരുന്നില്ല. പീഡിപ്പിക്കുന്നവർക്ക് പീഡ കൊടുക്കണേ, പീഡിപ്പിക്കണേ, പ്രതികാരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ പീഡ അനുഭവിക്കുന്ന നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം, കഷ്ടങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് ദൈവരാജ്യം മാത്രമല്ല തരുന്നത്, പിന്നെയോ ആ കഷ്ടങ്ങൾക്ക് കാരണമായി തീർന്ന ദൈവം അത് അനുവദിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ തന്റെ മക്കളെ പീഡിപ്പിച്ചവർക്ക് ദൈവം പീഡ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ അവരെ നിത്യ നാശത്തിലേക്ക് തള്ളിയിട്ടിരിക്കും. പക്ഷെ ഈ സത്യം നമ്മൾ അറിയുമ്പോൾ തന്നെ ഈ സത്യം പറഞ്ഞ അപ്പോസ്തലന്മാർ ഒരിടത്തും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥന വേറെ, ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ സങ്കടം പറയുക. പക്ഷെ അതിനകത്ത് ഒരിക്കലും നമ്മുടെ വേദനയുടെ അനന്തര ഫലമായി ചിലരെയൊക്കെ ദൈവം ശിക്ഷിച്ചാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ, എന്നെ കണ്ണുനീര് കുടിപ്പിച്ച ചിലർ കണ്ണുനീര് കുടിച്ചാലേ എന്റെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ എന്ന് ഒരു പുതിയ നിയമ വിശ്വാസി പോലും ചിന്തിക്കാനും പറയാനും പാടില്ലാത്ത രീതിയിലാണ് ദൈവം തന്നെ പുതിയ നിയമം സ്ഥാപിച്ചത്. അപ്പം ആ കാര്യം വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത്. അപ്പൊ പകരം ചെയ്യും. അതുകൊണ്ട് നമ്മൾ അന്ന് റോമാലേഖനം 12 വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത്, പ്രതികാരത്തിന് ദൈവത്തിന് ഇടം കൊടുപ്പീൻ. അപ്പൊ ദൈവം പ്രതികാരം ചെയ്യും, ദൈവം പകരം ചെയ്യും. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നീ അവന്റെ മേൽ തീക്കനൽ കുന്നിക്കുന്നു. അതായത് തീക്കനൽ കുന്നിക്കാൻ കൊടുക്കണമെന്നല്ല അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. നീ അറിഞ്ഞിരിക്കണം, നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് ശത്രു മിത്രമെന്ന് വ്യത്യാസമില്ലാതെ നമ്മെ ഏൽപ്പിച്ച വിശ്വാസത്തിൽ പ്രചോദിതമായ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് നാം മുന്നേറുമ്പോൾ ശത്രുവിനെ മിത്രത്തെ വ്യക്തമായി തിരിച്ചറിയുന്ന ദൈവം എന്ത് കുന്നിക്കണമെന്ന്, ആ വ്യക്തിയുടെ മേൽ നന്മ കുന്നിക്കണോ തീക്കനൽ കുന്നിക്കണോ എന്ന് ദൈവം തീരുമാനിക്കും. പക്ഷെ നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ചുവടുകൾക്ക് മാറ്റമില്ല. നാം മിത്രത്തിന് വിശന്നാൽ തിന്മാൻ കൊടുക്കുന്ന പോലെ ശത്രുവിന് വിശന്നാലും തിന്മാൻ കൊടുക്കണം. നാം മിത്രത്തിന് ദാഹിച്ചാൽ കുടിപ്പാൻ കൊടുക്കുന്ന പോലെ ശത്രുവിന് ദാഹിച്ചാലും കുടിപ്പാൻ കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് പ്രതിഫലം കൊടുക്കാൻ മാത്രമല്ല അറിയുന്നത്, അവന് പകരം ചെയ്യാനും അറിയാം. തന്റെ ദാസൻ എന്ന്, യേശുവിന്റെ ദാസൻ ശിഷ്യൻ എന്ന് കരുതി ഒരു പാത്രം വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ലെന്ന് യേശു പറഞ്ഞെങ്കിൽ, അതുപോലെ തന്നെയാണ് ദാഹിച്ചു വരുന്ന തന്റെ ശിഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്തവനെയും പകരം ചെയ്യാൻ ദൈവത്തിന്. പക്ഷേ ആർക്ക് അനുവാദം കൊടുത്തില്ല? ദാഹിച്ചു എന്ന് വെള്ളം ചോദിച്ചു. നീ സുവിശേഷകനായതുകൊണ്ട്, നീ ഒരു പാസ്റ്റർ ആയതുകൊണ്ട്, നീ ഒരു യേശുവിന്റെ സാക്ഷിയായതുകൊണ്ട് നിനക്ക് വെള്ളമില്ല എന്നൊരു വീട്ടിൽ പറഞ്ഞാൽ, ദൈവമേ നീ ഇത് ഓർത്ത് ഇവരെ ശിക്ഷിക്കണേ എന്ന് പറയാൻ നമുക്ക് അധികാരം. അതിനുള്ള പെർമിഷൻ ദൈവം നമുക്ക് തരും. അതേ വ്യക്തി നമ്മുടെ അടുത്ത് വന്നിട്ട്, എനിക്ക് ദാഹിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം തരണേ, എനിക്ക് വിശക്കുന്നു, ഒരു പാത്രം ആഹാരം തരണേ, ഒരപ്പം തരണേ ചോദിക്കുമ്പോൾ മനസ്സോടെടുത്ത് കൊടുക്കണം. ഒരു ലൂപ്പ് ഹോൾ നമുക്ക് ദൈവം ഇട്ടില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ വ്യക്തമായിട്ടുണ്ടായിരിക്കണം ദൈവനീതിയെ. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ദൈവനീതിയെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ. 2 കാര്യം ഇവിടെ പറയുന്നുണ്ട്.
ഒന്ന്, ആർക്കാണ് ഇത് കൊടുക്കുന്ന ഈ പീഡ? എന്താണ് കൊടുക്കുന്നത്? ദൈവത്തെ അറിയാത്തവർക്ക്. 7-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാൻ 2 കൂട്ടരെ ഇവിടെ പറഞ്ഞേ. ഒന്ന്, ദൈവത്തെ അറിയാത്തവർക്ക്. ഞാൻ 7-ാം വാക്യം വായിക്കുന്നു, 1-7. നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പോയി പ്രതികാരം കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നു, ഈ ദൈവത്തെ അറിയാത്തവരെ നമ്മൾ എങ്ങനെ ഏത് ലിസ്റ്റ് ഉൾപ്പെടുത്തണം? അത് പെട്ടെന്ന് മനസ്സിലാകാൻ. കാരണം ശിക്ഷയാണ് കൊടുക്കുന്നത്, പ്രതികാരം ചെയ്യും അവരോട്. എന്താ പ്രതികാരം? ദൈവകോപം. പിന്നെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ആ ശിക്ഷ എന്താന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കത് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളില് ഈ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരെ കുറിച്ച് കാണാം. അപ്പൊ ദൈവത്തെ അറിയാത്തവരെന്ന് പറയുന്ന അറിയാത്തവരാണോ അതോ അറിഞ്ഞിട്ടും അറിയാത്തവരാണോ? അത് മനസ്സിലാക്കാൻ റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അവിടെ നമുക്ക് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അനീതി കൊണ്ട് സത്യത്തെ അടിച്ചമർത്തുന്ന മനുഷ്യരുടെ സകലവിധ ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരെ ദൈവത്തിന്റെ ഉഗ്രകോപം സ്വർഗത്തിൽ നിന്ന് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വേർഷനിൽ നിങ്ങൾ നോക്കിക്കോ. ഞാൻ വായിക്കുമ്പോ ദൈവത്തിന്റെ ഉഗ്രകോപം സ്വർഗത്തിൽ നിന്ന് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ കുറിച്ച് അറിയാൻ സാധ്യമായത് അവർക്ക് വ്യക്തമായിരുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? എന്ന് വെച്ചാൽ ദൈവത്തെ കുറിച്ച് അറിയാൻ തക്കവണ്ണമുള്ള വ്യക്തമായ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരുന്നു. കാരണം ദൈവം അത് അവർക്ക് പ്രകടമായി നൽകിയിരുന്നു. ഇങ്ങനെ അവിടുന്ന് സൃഷ്ടിച്ച സകലത്തിലൂടെയും തന്റെ അനന്തമായ ശക്തി, ആരാണ് ഈ ദൈവത്തെ അറിയാത്തവർ? തന്റെ അനന്തമായ ശക്തി, ദിവ്യ സ്വഭാവം എന്നീ അദൃശ്യമായ ഗുണവിശേഷങ്ങൾ ലോക സൃഷ്ടി മുതൽ ഗ്രഹിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യന് യാതൊരു ന്യായീകരണവും പറയാൻ സാധ്യമല്ല. എവിടെയാണ് അപ്പൊ ന്യായീകരണം പറയാൻ സാധ്യതയുള്ളത്? ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ, ശിക്ഷാവിധിയുടെ മുമ്പിൽ. അപ്പൊ ദൈവത്തെ കുറിച്ച് അതവർക്ക് പ്രകടമാക്കി നൽകിയിരുന്നു. എന്താ പ്രകടമാക്കി നൽകിയിരുന്നത്? തന്റെ അനന്തമായ ശക്തി. നമ്മുടെ വേർഷനിൽ എങ്ങനാ? അവന്റെ നിത്യശക്തി, ദിവ്യത്വം, അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. തന്റെ അനന്തമായ ശക്തി, ദിവ്യ സ്വഭാവം, ദിവ്യത്വം എന്നീ അദൃശ്യമായ ഗുണവിശേഷങ്ങൾ ലോക സൃഷ്ടി മുതൽ ഗ്രഹിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ 2 കൂട്ടരെ പറയുന്നത്. ഒന്ന്, ദൈവത്തെ അറിയാത്തവര്. 2, സുവിശേഷം അനുസരിക്കാം. അപ്പൊ വാസ്തവത്തിൽ ദൈവത്തെ അറിയാൻ തക്കവണ്ണം ദൈവം ഇവയൊക്കെ വെളിപ്പെടുത്തിയിട്ടും അറിയാതെ തങ്ങളുടെ വഴിക്ക് തിരിഞ്ഞവർ. എന്നിട്ട് അവരെന്ത് ചെയ്തു? അടുത്ത വാക്ക്, അവർ ദൈവത്തെ കുറിച്ച് അറിഞ്ഞുവെങ്കിലും, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, അവർ ദൈവത്തെ അറിഞ്ഞുവെങ്കിലും ദൈവമായി അംഗീകരിച്ച് മഹത്വപ്പെടുത്തുകയോ നന്ദിയുള്ളവരായിരിക്കുകയോ ചെയ്തില്ല. പിന്നെയോ എന്ത് ചെയ്തു? അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകശൂന്യമായ ഹൃദയം ഇരുളടഞ്ഞു പോയി. വിജ്ഞാനികളെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അവർ വെറും മൂഢരായി മാറി.
അനശ്വരനായ ദൈവത്തിന് മഹത്വം നൽകേണ്ടതിന് പകരം നമ്മുടെ ഇതിനകത്ത് അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അപ്പം അനശ്വരനായ അക്ഷയമനായ ദൈവത്തിന് മഹത്വം നൽകേണ്ടതിന് പകരം നശ്വരനായ മനുഷ്യൻ, പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ ഇവയുടെ സാദൃശ്യമുള്ള രൂപങ്ങൾക്ക് അവർ മഹത്വം കൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കുന്ന അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അതായത് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവർ ദൈവത്തെ കുറിച്ചുള്ള ആ സത്യം ഉപേക്ഷിച്ചിട്ട് വ്യാജം സ്വീകരിച്ചു. സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയെ വണങ്ങി സേവിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഭാഗം ഞാൻ എന്തിനാ ഇത്രയും വായിച്ചെന്ന് ചോദിച്ചാൽ, ആരാണ് ഈ ദൈവത്തെ അറിയാത്തവർ എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടായാൽ, ദൈവത്തെ അറിയാത്തവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ അറിഞ്ഞിട്ടും 21 വാക്യം 1:21, അവർ ദൈവത്തെ, റോമാലേഖനം 1 അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ. ഞാൻ എന്റെ വാക്കളെ അവിടെ നിന്ന് പെട്ടെന്ന് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് കൊണ്ടുവന്ന വാക്കളെ വേഗത്തിൽ നിർത്താം. പ്രിയരെ, നമുക്ക് ആർക്കും ദൈവത്തെ കബളിപ്പിക്കാൻ, ദൈവത്തിന്റെ ഉഗ്രകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അശുദ്ധിയിൽ ഏൽപ്പിച്ചു, നിരൂപണങ്ങൾ വ്യർത്ഥരാക്കി തീർത്തു. എന്താ കാരണം? ദൈവത്തെ അറിഞ്ഞിട്ടും. ഞങ്ങൾ അറിഞ്ഞു. നിങ്ങൾ അറിയാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? തന്റെ അനന്തമായ ശക്തിയും തന്റെ ദിവ്യത്വം, ദിവ്യ സ്വഭാവവും ദൈവം വെളിപ്പെടുത്തി നിങ്ങൾക്കത് പ്രകടമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങൾ സൃഷ്ടാവിലേക്ക് നിങ്ങളുടെ ഹൃദയം തിരിഞ്ഞിരുന്നെങ്കിൽ ദൈവം നിങ്ങളെ ഒരിക്കലും അശുദ്ധിയിൽ ഏൽപ്പിക്കത്തില്ല. ഞാൻ നിർത്തുന്നു. പ്രാർത്ഥിക്കാൻ. നമ്മുടെ തലകളെ വണക്കാം. സുവിശേഷം അനുസരിക്കാത്തവർക്ക് എന്നുള്ള അടുത്ത ഭാഗം നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം മർക്കോസ് 16:16 പറയുന്നു, നിങ്ങൾ ഭൂലോകം എങ്ങും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയും. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? സുവിശേഷം വിശ്വസിക്കാത്തവർക്കെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, സുവിശേഷം അനുസരിക്കാത്തവർ. അപ്പൊ സുവിശേഷം വിശ്വസിക്കാൻ മാത്രമുള്ളതല്ല, അനുസരിക്കാനൂടെ ഉള്ള. ശിക്ഷ വരുമ്പോൾ അനുസരിക്കാത്തവർക്ക് എന്താ അവിടെ കർത്താവ് പറഞ്ഞേ? സകല ഭൂലോകത്തിലേക്ക് പോയി സകല സൃഷ്ടിയോടും നിങ്ങൾ സുവിശേഷം അറിയിക്കണം. അടുത്ത വാക്ക്, വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. അടുത്തത്, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാകും. നമുക്ക് ഇങ്ങനെ വായിക്കാം, വിശ്വസിച്ച് അനുസരിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വാസം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാ? അനുസരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ അറിയിക്കണം. അറിയിക്കുമ്പോൾ സുവിശേഷം വിശ്വസിക്കുന്നവർ അവരെന്ത് ചെയ്യണം? അനുസരണത്തിലേക്ക് വരണം. അവരെന്ത്? കർത്താവിനോട് ചേരും. അവർ തന്റെ ആ ശിഷ്യന്മാരായി തീർന്നവരെ നിങ്ങൾ ഉപദേശിച്ച് അവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കണം. വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. സുവിശേഷം ഉള്ളിൽ സ്വീകരിച്ചവരെ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർക്കുമാറാക്കണം. എന്നാൽ അനുസരിക്കാത്തവർ, സുവിശേഷത്തെ റിജക്റ്റ് ചെയ്യുന്നവർ, അതിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതിന് കീഴ്പ്പെടാത്തവര് ശിക്ഷാവിധിയിൽ അകപ്പെടും. രണ്ടും പദം അവിടെ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ദൈവത്തെ അറിയാത്തവർ. രണ്ട്, സുവിശേഷം. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? സുവിശേഷം അനുസരിക്കാത്ത. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നമ്മൾ ചിന്തിക്കും. നമ്മൾ തുടർന്ന് നമുക്ക് ചിന്തിക്കാം. നിത്യനാശം എന്ന ആ ശിക്ഷാവിധിയുടെ കാഠിന്യം, അത് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഭയാനകതയായി ഇന്ന് തോന്നാത്തതിന്റെ കാരണം യഥാർത്ഥമായിട്ട് അവർക്ക് അറിയില്ല, അതിന്റെ നഷ്ടം എന്താണെന്ന് അറിയില്ല. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ തലകളെ വണക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയാത്തവരുടെ കൂട്ടത്തിൽ പെടാതെ, അറിഞ്ഞിട്ടും
അറിയാത്തവരുടെ കൂട്ടം. തങ്ങളുടെ ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുക്കാതെ, ദൈവം വെളിപ്പെടുത്തിയ പ്രകടമാക്കിയ ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവിക അസ്തിത്വത്തിന്റെ, സർവ സൃഷ്ടാവാം ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് വീണുവണങ്ങാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ വ്യർത്ഥമായ നിരൂപണങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത അതെ മൃഗങ്ങളെയും ഇടജാതികളെയും മനുഷ്യനെയും മറ്റുള്ളതിനെയും വണങ്ങിയപ്പോൾ അവർ വിചാരിച്ചു അവര് ബുദ്ധിയുള്ള. ദൈവം പറഞ്ഞു, നിങ്ങൾ മൂഢരായിപ്പോയി. അവർക്ക് വേണ്ടി ഒരുങ്ങുന്ന എന്നാന്നറിയോ? സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടാൻ പോകുന്ന ഉഗ്രകോപം. 2, സുവിശേഷം കേട്ടിട്ട് അതിനെ അനുസരിക്കാൻ കഴിയാതെ, വിശ്വസിച്ചാൽ അനുസരിക്കും. വിശ്വാസം എങ്ങനെ പ്രകടമാകണം? അനുസരണത്തിലൂടെ പ്രകടമാകണം. വിശ്വസിച്ച് അനുസരിക്കാൻ കഴിയാത്തവനെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവരെ കുറിച്ച് കൂടുതൽ ബോധറാകണ്ട, പോയി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യല്ലേ, അവരെ ശിക്ഷ വിധിക്കണത്, അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കണം. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധറാകണ്ട. നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവം നിവർത്തിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ശിക്ഷാവിധി ആർക്ക് വിട്ടുകൊടുക്കണം? ദൈവത്തിന് വിട്ടുകൊടുക്കണം. പ്രതികാരം ആർക്ക് വിട്ടുകൊടുക്കണം? ദൈവത്തിന് വിട്ടുകൊടുക്കണം. പീഡിപ്പിക്കുന്നവർക്ക് പീഡ ചെയ്യേണ്ടത് ആരാണ്? ദൈവമാണ്. നാം പ്രാർത്ഥിച്ച് ദൈവത്തെ കൊണ്ട് പ്രതികാരം ചെയ്യിപ്പിക്കേണ്ട കാര്യം. പിന്നെ നാം എന്ത് ചെയ്യണം? നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അടുത്ത ഭാഗങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചെന്തോ? തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി, ദൈവമേ അവരെ വിളിക്ക് യോഗ്യമാകുമെന്ന് ജീവിക്കുവാൻ, അവർക്കുള്ളിൽ പറഞ്ഞിരുന്ന വിശ്വാസത്തിൽ പ്രചോദിതമായ പ്രവൃത്തി ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കണമെന്നാണ് അപ്പോസ്തലന്മാരും കൂട്ടരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അവരെ പീഡിപ്പിച്ച ഒരാൾക്ക് പ്രതികാരം ചെയ്യണമെന്ന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചില്ല. സഭയ്ക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ നീതി ഞങ്ങളെ കാണാതെ കടന്നു പോയിട്ടില്ല. അതങ്ങനെ കടന്നു പോകുന്ന നീതിയല്ല, അത് വെളിപ്പെടുന്ന നീതിയാണ്. ഇന്ന് ദൈവത്തിന് നമ്മളെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നമ്മളെ ഹൃദയംഗമായി അപേക്ഷിക്കാം. കർത്താവെ, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അങ്ങയെ സേവിക്കുന്ന എന്റെ ജീവിതത്തിലെ തളർച്ചകളെ, ക്ഷീണത്തെ, അശക്തിയെ, ബലഹീനതയെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരല്ല, ദൈവമാണ്. പ്രായത്തിനപ്പുറമായി എന്നെ നടത്തുവാൻ, കാലത്തിനപ്പുറമായി എന്നെ നടത്തുവാൻ, എന്റെ വിചാരങ്ങൾക്ക് അപ്പുറമായി എന്നെ നടത്തുവാൻ ഞാൻ ദൈവത്തെ കാത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തെ സെർവ് ചെയ്യുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ജീവിതത്തിലെ ബലഹീനതയെ ബലമാക്കി മാറ്റുവാൻ ശക്തി വരുവാൻ ശക്തനെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കലും പറയത്തില്ല എന്റെ ദൈവത്തിന്റെ നീതി എന്നെ കാണാതെ കടന്നുപോയി, അത് ഇനി ഒരിക്കലും അവന്റെ മുമ്പിൽ എന്റെ നീതി വെളിപ്പെടത്തില്ല, അവന്റെ ന്യായം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഒരു നാളും അത് സംഭവിക്കത്തില്ല. അവൻ അനീതിയുള്ള ദൈവമല്ല, അവൻ എന്റെ പാറയാണ്, അവനിൽ നീതികേടില്ല, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ നീതി വെളിപ്പെടും വരെ എന്നെ ശക്തിയോടെ നടത്തണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കാം. പ്രതികാരം ദൈവത്തിനുള്ളതാ. പീഡിപ്പിക്കുന്ന ആരെ പീഡിപ്പിക്കണം, ആർക്ക് പ്രതികാരം കൊടുക്കണം, ആർക്ക് പ്രതിഫലം കൊടുക്കണം, ആരെ ന്യായവിധി നടത്തി പ്രതിഫലത്തിലേക്ക് നയിക്കണം, ആരെ ശിക്ഷാവിധി നടത്തി നിത്യനാശത്തിലേക്ക് നയിക്കണമെന്ന് ദൈവത്തിന്റെ തീരുമാനമാണ്. അത് പുത്രനിലൂടെ ദൈവം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പുത്രനിലൂടെ ധാരാളമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമുക്കൊരുക്കിയിരിക്കുന്ന ആ ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് നമുക്ക് ആ വാം റിച്ച് വെൽക്കം സ്വീകരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.